ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈ സോയ ചങ്ക് വെച്ചിട്ട് ഇതിന് മീൽ മേക്കർ എന്നാൽ ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക കേട്ടോ. സോയയുടെ വേസ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. മീൽ മേക്കർ വെച്ചിട്ട് ഒരു അടിപൊളി ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ തോറ്റ് പോകുന്ന വിധത്തിലുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അവസാനം നമുക്ക് 2 മുട്ട ഇടാം കേട്ടോ അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം കേട്ടോ. ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടാണ് കേട്ടോ. അപ്പം നല്ല നീരൊക്കെ ഇറങ്ങി വരിക എണ്ണ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സബോള ഇടാം. നല്ല മൊരിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മൊരിഞ്ഞ പിറകെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. ഇപ്പോൾ സബോളയും സാധനങ്ങളൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 സ്പൂൺ മിളകും, ഇതിൽ എരിവും തോരട്ടെല്ലാം പിടിക്കില്ല, അത് കാരണം 2 സ്പൂൺ മിളകും 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചില്ല. ഇതൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് തക്കാളി ഇടാം. തക്കാളി വന്നിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് സോയ ഇട്ടിട്ട് ഇറക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും ആവില്ല. ഇപ്പോൾ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ, കുരുമുളകും മസാലയൊക്കെ കൂടി മിക്സ് ചെയ്ത പൊടി, വീട്ടിലടിച്ച മസാല. അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം, നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഇതിവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് 2 മുട്ട ഇടാം. അപ്പോൾ ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി ഇടാം, വേവിച്ച് വെച്ച് ഇറച്ചി ഇതിൽ ആഡ് ചെയ്ത് ഇളക്കാം. ഒരു കറിവേപ്പില ഭംഗിക്ക്, കുറച്ച് വെളിച്ചെണ്ണ കണ്ട. കുറച്ച് നേരം ഇത് മൂടി വെച്ചപ്പോൾ നല്ല റോസ്റ്റായിട്ടാ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ നമുക്ക് സേവിങ് പ്ലേറ്റിലേക്ക് ഇടാം. കണ്ട, ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ്.